സാമീസ് ചിൽഡ്രൻസ് ഡേ എന്ന BL ഡ്രാമയുടെ എപ്പിസോഡ് 3യുടെ മലയാള എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിക്കുകയാണ്. സോ അധികം വൈകാതെ തന്നെ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ലുവിനെയും ചൂസാനെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് ലു ആണ് വെടി കൊണ്ടിട്ട് വന്നിട്ട് നിൽക്കുന്നത് ചൂസാന്റെ അടുത്താണ്. ആൻഡ് ചൂസാൻ ലൂവിനെ എടുത്തുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ഓടുന്നതാണ്. ആ സമയത്ത് നമ്മുടെ ലൂവിന്റെ കയ്യിലെ വാളൊക്കെ താഴെ വീഴുന്നുണ്ട്. ബട്ട് ചൂസാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ലൂവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഇവനെ കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. ആൻഡ് വീട്ടിലെത്തി കഴിഞ്ഞ് പെട്ടെന്ന് അച്ഛനെ വിളിക്കുവാണ്. അച്ഛൻ ഓടുക. അപ്പോൾ അച്ഛനെ ബഹളം കേട്ട് വേഗം വരുമ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ്. ഓൾസോ ബുള്ളറ്റ്. കാണുമ്പോൾ അറിയാം എന്തോ ഗുണ്ടകളുമായിട്ടുള്ള അടിക്കിടയ്ക്ക് പറ്റിയതാണെന്ന്. എൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഈ ഗുണ്ടനെയൊക്കെ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചൂസാൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നച്ഛ തർക്കിക്കാനൊന്നും സമയമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കുമെന്ന് പറയുന്നുണ്ട്. സോ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ്. പക്ഷെ കുറച്ച് പ്രായമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് രാത്രിയിൽ കുറച്ച് കാഴ്ചക്കെല്ലാം പ്രശ്നമുണ്ട്. ആൻഡ് ബുള്ളറ്റ് എടുക്കണമല്ലോ പുറത്തേക്ക്. അപ്പോൾ പുള്ളിക്ക് സൂക്ഷ്മമായിട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി പറയുന്നു, ചൂസാൻ നീ എടുത്തോ, ഞാൻ നിനക്ക് പറഞ്ഞുതരാം, നീ അതുപോലെ എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചൂസാൻ എന്ന് പറയുന്നത് ഇവൻ മെഡിക്കൽ ഫീൽഡൊന്നും അല്ല. എന്നാലും അവൻ പേടിച്ച് എങ്ങനെയെങ്കിലും ലൂവിനെ രക്ഷിക്കണം. അതുകൊണ്ട് അവൻ ബുള്ളറ്റ് എടുക്കുവാണ്. ദെൻ മുറിവെല്ലാം വെച്ച് കെട്ടി ഇരിക്കുമ്പോൾ വീണ്ടും അച്ഛൻ നമ്മുടെ ചൂസാനോട് ചോദിക്കുവാണ്, നീ എങ്ങനെയാണ് ഈ ഗുണ്ടകളുടെ ഇടയ്ക്ക് വന്ന് പെട്ടതെന്ന്. ആ ടൈമിൽ നമ്മുടെ ചൂസാൻ പറയുന്നുണ്ട്, ഒരിക്കലും എനിക്കൊരു അപകടം പറ്റിയപ്പം ഇദ്ദേഹമാണ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇവൻ രക്ഷിക്കാൻ പാകത്തിന് നീ എന്ത് അപകടത്തിലാണ് പോയി ചാടിയെന്ന്. അപ്പം നമ്മുടെ ചൂസാൻ പറയുന്നുണ്ട്, ഒരിക്കലും എന്നെ കുറച്ച് ആൾക്കാർ കൊള്ളയടിക്കാൻ വന്നപ്പം ലൂ ആണ് എന്നെ രക്ഷിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയം വന്നത്. അപ്പം തന്നെ നമ്മുടെ ചൂസാന്റെ അച്ഛൻ അവനോട് ദേഷ്യപ്പെടുവാണ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും കൊള്ളയടിക്കാനോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ കയ്യിലുള്ള പൈസ കൊടുത്തേക്കുക, അവരോട് തർക്കിക്കാനും പിടിക്കാനും നിൽക്കരുതെന്ന്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ ചൂസാൻ പറയുന്നുണ്ട്, അതൊക്കെ വിട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, എന്നോട് അച്ഛൻ പഠിപ്പിച്ചിട്ടില്ലേ നമുക്കൊരാൾ നല്ലത് ചെയ്യുവാണെങ്കിൽ നമ്മളവർക്ക് റീപേ ചെയ്യണമെന്ന്, അതാണ് ഞാനിപ്പോൾ ചെയ്തതെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല, എനിവേ നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോവാണ്. ദെൻ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ ലൂ സ്റ്റിൽ ഉറങ്ങുക തന്നെയാണ്. ആൻഡ് ചൂസാൻ എന്താക്കുന്നതെന്ന് വെച്ചാൽ ലൂവിന്റെ ചോര പറ്റിയ ഡ്രസ്സും എല്ലാ കാര്യങ്ങളും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കത്തിച്ച് കളയുവാണ്. ആൻഡ് വീണ്ടും നമ്മുടെ ലൂവിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ലൂവിൻ്റെ സ്പോഞ്ച് ബാത്ത് എല്ലാം കൊടുക്കുന്നുണ്ട്. ലൂ സ്റ്റിൽ അൺകോൺഷ്യസ് ആണ്. ദെൻ ഇതിന് ശേഷം വീണ്ടും പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. അതായത് ഇതിപ്പം 3ാമത്തെ ദിവസമാണ്. നമ്മുടെ ലൂ എഴുന്നേറ്റിട്ടില്ല. അച്ഛൻ വന്ന് ലൂവിനെ ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ അച്ഛൻ പോകുന്നുണ്ട്. ദെൻ 4ാമത്തെ ദിവസം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നതാണ്. അതായത് എഴുന്നേക്കുന്നതാണ്. എഴുന്നേൽക്കുമ്പോഴേ ലൂ കാണുന്നത് പരിചയമില്ലാത്ത ഒരു വീടും എല്ലാം ആണ്. അപ്പോൾ അതിന് മുമ്പിലായിട്ടൊരു ബുക്ക് ഇരിപ്പുണ്ട്. ആ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചൂസാന്റെ പേരുണ്ട് ആ ബുക്കിൽ. അപ്പോഴാണ് ലൂവിന് സമാധാനമാകുന്നത്, ഞാൻ ചൂസാന്റെ വീട്ടിലാണ് ഉള്ളതെന്ന്. എന്തോ ഒരു സൗണ്ട് കേട്ട് തന്റെ തൊട്ട് തലയ്ക്ക് മണ്ടയിലുള്ള ഒരു ജനലിലൂടെ നമ്മുടെ ലൂ ഇങ്ങനെ പൊങ്ങി നോക്കുന്നുണ്ട്. ആ സമയത്ത് കാണുന്നത് തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് ദൂരെയായിട്ട് നിന്നിട്ട് കുറച്ച് മാർഷൽ ആർട്സ് പോലത്തെ എന്തൊക്കെയോ സെൽഫ് ഡിഫൻസ് സാധനങ്ങൾ പഠിക്കുന്ന നമ്മുടെ ചൂസാനെയാണ്. അതായത് ഇനി ഈ കാലമാടിന്റെ കൂടെ ആണല്ലോ ജീവിക്കേണ്ടത്. സോ ജീവൻ നിലനിർത്താൻ വേണ്ടി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പഠിച്ചു വെച്ചേക്കാന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ചൂസൻ അവിടെ നിന്ന് കുറച്ച് ഫൈറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. ആ ചൂസൻ ചുമ്മാ നോക്കുമ്പോഴാണ് നമ്മുടെ ലൂ ഇങ്ങനെ എത്തി നോക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോഴേക്കും ചൂസാൻ മനസ്സിലായി ലൂ എഴുന്നേറ്റു. 4 ദിവസം കഴിഞ്ഞിട്ടാണ് എഴുന്നേക്കുന്നത്. ദെൻ ചൂസാൻ ആണെങ്കിൽ സാറിനോട് ബൈ എല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ലൂവിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് ചെയ്യുന്നത്. ചൂസാൻ വേഗം വന്നിട്ട് ലൂവിനോട് ചോദിക്കുന്നുണ്ട്, ഓക്കെ ആണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ആ ടൈമിൽ നമ്മുടെ ലൂ ഇതിനുള്ള മറുപടി അല്ല പറയുന്നത്. ലൂ പറയുന്നതെന്ന് വെച്ചാൽ അവന് വിശക്കുന്നുണ്ട്. ബീഫിന്റെ എന്തൊരു ഫുഡ് ഉണ്ട്, അതായത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ചൂസാൻ പാർട്ട് ടൈം ആയിട്ട് വിറ്റോണ്ട് നടന്ന സാധനം അത് വേണമെന്ന് പറയുവാണ്. ആൻഡ് ഇത് കേട്ടപാടെ ചൂസാൻ ആണെങ്കിൽ ലൂ അവനെ പണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി കൊടുത്ത കുറച്ച് പൈസ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നേരെ ഇത് മേടിക്കാൻ പോവാണ്. ഇത് മേടിക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ അവൻ്റെ അമ്മച്ചിൻ്റെ അടുത്താണ് ഇത് മേടിക്കാൻ പോകുന്നത്. ഇത് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ വില്ലന്റെ കുറച്ച് ആൾക്കാർ നമ്മുടെ ലൂവിന്റെ ഒരു ഫോട്ടോയും പിടിച്ചുകൊണ്ട് ഓരോ ആൾക്കാരെ കാണിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, ഇവനെ അറിയോ എന്ന്. ആൻഡ് ഇവർ ചൂസാന്റെ അടുത്തും വരുന്നു. ചൂസാൻ നോക്കിയിട്ട് പറയുന്നു, എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല എന്ന്. ആൻഡ് ഇവർ ചൂസാനെ പിന്നെ ഇവനെ നിർബന്ധിക്കും, ഒന്നും കൂടെ നോക്കും, സൂക്ഷിച്ച് നോക്കി, ഇവനെ അറിയോ. ആ സമയത്ത് നമ്മുടെ അമ്മച്ചിക്ക് ദേഷ്യം വന്ന് അമ്മച്ചിയുടെ ആയുധം എടുത്തുകൊണ്ട് ചാടി, അതായത് ചൂലെടുത്തോണ്ട് ചാടിയിട്ട് പറഞ്ഞു, സ്ഥലം കാര്യമാക്കിക്കോ, ചെറുക്കൻ ഒരു പ്രാവശ്യം ഇല്ലാന്ന് പറഞ്ഞു, അധികം ചോദിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മച്ചിനെ എല്ലാവർക്കും പേടിയാന്ന് തോന്നുന്നു. ആളാ നാട്ടിലൊരു ഗുണ്ടിയാണെന്ന് തോന്നുന്നു. ആൻഡ് ഇവനാണെങ്കിൽ ആ തക്കത്തിന് സാധനം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകണം. ഈ സമയത്ത് നമ്മളെവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൂ ആണെങ്കിൽ അവൻ്റെ ആ ഒരു ഒടിഞ്ഞ കയ്യിലോട്ട് നോക്കിയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നതാണ്. അതായത് പണ്ട് ഇവൻ എന്തോന്നോ ഒരു മുറിവ് പറ്റിയപ്പം അവൻ്റെ ചേച്ചി അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയുവാണ്, നിനക്ക് വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ ലൂ പറഞ്ഞില്ല, എനിക്ക് വേദനയൊന്നുമില്ല. ആ ചേച്ചി പറയുന്നത്, നിനക്ക് വേദനയില്ലെങ്കിലും എനിക്ക് കാണുമ്പോൾ എന്തോ പോലെ തോന്നും, നിന്റെ ചേച്ചി നിന്നെ എല്ലാ സമയത്തും ഇനി പ്രൊട്ടക്ട് ചെയ്തോളാം, എൻ്റെ ഫോൾട്ടാണെന്നൊക്കെ പറയുന്നു. ആൻഡ് അവിടെ നിർത്തി ഇവൻ വീണ്ടും കയ്യിലേക്ക് തന്നെ നോക്കുന്നു. ദെൻ അവിടുന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൂസാൻ സാധനം കൊണ്ട് വീട്ടിൽ വരുവാണ്. പക്ഷെ ഫുഡ് കൊണ്ട് മാത്രമല്ല വരുന്നത്, മരുന്നും കൂടെ കൊണ്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ലൂ എന്ത് ചെയ്താൽ മരുന്ന് കഴിക്കുന്നില്ല, ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ആൻഡ് വെള്ളമെല്ലാം മേടിച്ച് കുടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലൂ സിഗരറ്റ് ചോദിക്കുന്നുണ്ട്.
സോ ചൂസാൻ പറയുന്നു സിഗരറ്റ് തരാൻ പറ്റില്ല, കാരണം ഇഞ്ചുറി ഉണ്ട്, അത് ഭേദമാവാണ്ട് ഇത് തരുവാണെങ്കിൽ അത് കൂടുതൽ വഷളാവും, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന്. നമ്മുടെ ലൂ ആണെങ്കിൽ വാശിക്കാൻ നിൽക്കുവാണ്, സിഗരറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ചൂസാൻ 2 വട്ടം പറഞ്ഞു തരില്ല എന്ന്. 3ാമത്തെ വട്ടം ചൂസാൻ പറഞ്ഞു പെട്ടെന്ന് മരുന്നും കഴിച്ച് സുഖമായിട്ട് സ്ഥലം കാലിയാക്കിക്കോ, എനിക്ക് ഇനി ശല്യം ഇങ്ങനെ കുറെ നാൾ സഹിക്കാൻ നിവർത്തരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ലൂ ആണെങ്കിൽ മിണ്ടാണ്ട് അങ്ങോട്ട് തിരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഇവിടെ സീൻ കട്ട് ചെയ്ത് രാത്രിയാണ് കാണിക്കുന്നത്. അത് രാത്രിയുടെ കൂടെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ സംഭവം കൂടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലൂവും ചേച്ചിയും പിന്നെ ചേട്ടനും ഇവരെല്ലാം ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നതും എല്ലാം ഇങ്ങനെ കാണിക്കുന്നു, ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ആൻഡ് അവിടെ ആ സീനിൽ നമുക്ക് മനസ്സിലാവും ചേട്ടനും ചേച്ചിയും തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉള്ളത്. അതായത് ചേച്ചിനെ കാണാൻ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ ചേട്ടന് അപ്പം തന്നെ ഒരു 20 വയസ്സിന് മുകളിലുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ ഒന്നിച്ചിരിക്കുന്ന കാണിക്കുന്നു, ചിരിച്ച് സന്തോഷം നിൽക്കുന്ന കാണിക്കുന്നു. കൂടെ തന്നെ ചേച്ചി അവിടുന്ന് ചാടുന്നതും പിന്നെ ചേട്ടൻ കുത്തുകൊണ്ട് കിടക്കുന്നതെല്ലാം കാണിക്കുന്നു. ആൻഡ് നമ്മുടെ ലൂ പ്രസന്റ് കാണിക്കുന്നു. ലൂ ഇതൊക്കെ സ്വപ്നം കാണുന്നതാണ്. ആൻഡ് ഇവൻ അവിടെ കിടന്ന് ഇങ്ങനെ കരയുവാണ്. അപ്പോൾ കരയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചൂസാൻ ഈ കരയുന്നത് കണ്ടിട്ട് വേഗം ഓടി വരുവാണ്. ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലൂവിൻ്റെ പുറകിൽ, അതായത് എന്തോ ടെൻഷനും സ്ട്രെസ്സൊക്കെ വന്നിട്ട് ആ സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ട് കുറച്ച് ബലം പിടിച്ചിട്ട്. അതിൻ്റെ അവിടെ ചോര ഒഴുകുവാണ്. നമ്മുടെ ചൂസാൻ പറയുന്നു ഞാൻ വേഗം പോയിട്ട് അച്ഛനെ വിളിച്ചിട്ട് വരാം, ഇത് ചോര വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ലൂ ചൂസാൻ്റെ കൈ കയറി പിടിക്കുക. ഇപ്പം നീ പോവേണ്ട, കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ചൂസാൻ പറയുന്നു ഓക്കെ ഞാൻ പോകുന്നില്ല, ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങളെ തപ്പി കുറേ പേര് സ്ട്രീറ്റിൽ കൂടെ നടക്കുന്നുണ്ട്, ആൻഡ് ഓൾസോ ചേച്ചിയും ചേട്ടനൊക്കെ എവിടെ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലൂ പറയുവാണ് അവരെല്ലാം മരിച്ചുപോയി എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ചൂസാനോ ഞെട്ടുന്നുണ്ട്. ആൻഡ് നമ്മുടെ ലൂ അവൻ്റെ പഴയ കഥ ഫ്ലാഷ് ബാക്ക് പറയുവാണ്. അതായത് നമ്മുടെ ലൂ എന്ന് പറഞ്ഞാൽ ഇവൻ ജനിച്ചപ്പോഴേ ഇവന്റെ അമ്മ ഇവരെ ഇട്ടേച്ച് വേറൊരാളുടെ കൂടെ ഇറങ്ങി പോവാ ചെയ്തത്. ആൻഡ് ഇവരെ നോക്കുന്നത് ഇവരുടെ അച്ഛനാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു കഞ്ചാവാണ്, അതായത് ഡ്രഗ്സും അതും ഇതും എല്ലാം യൂസ് ചെയ്തിട്ട് പുള്ളി പണിക്കൊന്നും പോകത്തില്ല. ആൻഡ് ഈ പിള്ളേരെ വിട്ടിട്ട് ഓരോ സാധനങ്ങൾ കട്ടെടുപ്പിക്കലാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ പൈസയൊന്നും പോരാണ്ട് വരുമ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇയാൾക്കുള്ള മൂത്ത മോൾ എന്ന് പറഞ്ഞാൽ പെങ്കൊച്ചാണല്ലോ, അതിനെ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് വിൽക്കാൻ ശ്രമിക്കുവാണ്. ആ ടൈമിൽ ഇവൻ എന്താക്കി പെങ്ങളെ വിളിച്ചുകൊണ്ട് ഓടുക. ഇത് ചെറിയ കുട്ടിയാണ്, പെങ്ങളെ വിളിച്ചുകൊണ്ട് ഓടുക. പക്ഷെ പിള്ളേരല്ലേ എത്ര ഓടിയാലും ഇയാൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇവനെ ഈ നമ്മുടെ ലൂവിനെ തല്ലിക്കൊല്ലാൻ നോക്കുവാണ്. അതായത് നീ ഉണ്ടെങ്കിൽ ഇവളെ രക്ഷപ്പെടൂ എന്നും പറഞ്ഞിട്ട് അവനെ തല്ലിക്കൊല്ലാൻ നോക്കുവാണ്. അങ്ങനെ സ്ട്രീറ്റിന്റെ അറ്റത്ത് വെച്ച് കുറെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചേട്ടൻ വരുവാണ്. വന്നിട്ട് ഈ അപ്പനെ അടിച്ചു മാറ്റിയിട്ടിട്ട് ഈ പിള്ളേരെ എടുത്തുകൊണ്ട് പോവാണ്. ഞാൻ പിള്ളേരെ എടുത്തുകൊണ്ട് പോയി അവർക്ക് കേക്കൊക്കെ മേടിച്ചു കൊടുക്കുവാണ്. അതിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരോട് പേര് ചോദിക്കുമ്പോൾ നമ്മുടെ ലൂവിൻ്റെ ശരിക്കുള്ള പേര് ഹാവ് എന്നായിരുന്നു. അപ്പോൾ അവൻ്റെ ആ പേര് പറയുമ്പോൾ അവൻ പറഞ്ഞു എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്, കാരണം എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ അച്ഛനിട്ട പേരാത്, എന്നെ ഒരിക്കലും അങ്ങനെ വിളിക്കരുത് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ ചേട്ടൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ഞാൻ നിന്നെ ഇന്ന് മുതൽ ലൂ എന്ന് വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണ് നമ്മുടെ ലൂവിന് ലൂ എന്നുള്ള പേര് വന്നത്. ലൂയി എന്നാണ് അവൻ്റെ പേര്, ലൂയിന്ന് പേര് വരുന്നത്. ആൻഡ് ഇവൻ പറയുന്നു ഇന്നു മുതൽ ജൂൺ 1 അവർക്ക് അവിടെ ജൂൺ 1 ചിൽഡ്രൻസ് ഡേ, അന്നാണ് നിന്റെ ബർത്ത്ഡേ എന്നും പറയുന്നു. ആൻഡ് ഇപ്പം മനസ്സിലായല്ലോ നമ്മുടെ ഈ കഥയ്ക്ക് എങ്ങനെയാണ് സാമി ചിൽഡ്രൻസ് ഡേ. ഈ സാമി എന്ന് പറയുന്നത് ചൂസാൻ എന്നുള്ള പേര് ഇംഗ്ലീഷിൽ വരുമ്പോൾ സാമി എന്നാണ്. അങ്ങനെയാണ് സാമി ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്ന നെയിം വരുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ചേട്ടൻ ഇവർ കേക്കെല്ലാം കൊടുത്ത് പിന്നെ ഇവരുടെ കുറച്ച് സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് ആണ് കാണിക്കുന്നത്. ഇവർ വീട്ടിൽ ഒന്നിച്ചാന്ന് അങ്ങനെ ഒന്നിച്ച് വളർന്നു വരുവാണ്. ആൻഡ് ഈ ചേട്ടന്റെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാങ്ങിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇവൻ ഓൾറെഡി നമ്മുടെ ലൂ ചെറുതെന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടയിലോട്ടൊന്നും ആവാനുള്ള പ്രായമായിട്ടില്ല. ആൻഡ് ആ ടൈമിൽ ഇവന്റെ ചേട്ടനെയൊക്കെ കുറച്ച് ഓരോ ടെറിട്ടറിയിൽ ഓരോരോ ഗുണ്ടകളായിരിക്കും, ഓരോ ഗുണ്ടാ സംഘമാണ്. അപ്പോൾ വേറൊരു സംഘം ഇവരുടെ ചേട്ടനെയൊക്കെ പിടിച്ചു വെച്ചു. ആൻഡ് ഇത് കേട്ടപാടെ നമ്മുടെ ലൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൈ കിട്ടിയ ഒരു ബ്ലേഡ് നമ്മുടെ വാളിന് പറയുന്നത് അതും എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഉള്ളതുങ്ങളെല്ലാം വെട്ടിക്കൂട്ടി ഇടുവാന്ന്. ഈ സീനാണ് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ അപ്പച്ചൻ അവിടെ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുന്ന സാധനം. ആൻഡ് ഇവരെല്ലാം വെട്ടിക്കൂട്ടി ഇട്ട് കഴിഞ്ഞിട്ട് ഇവൻ ചേട്ടനെ രക്ഷിച്ചുകൊണ്ട് പോകും. ചേട്ടൻ ഫസ്റ്റ് ഇവനെ അടിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ചേട്ടൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ജീവൻ അപകടത്തിലാക്കിയിട്ട് എന്നെയോ വേറെ ആരെയും രക്ഷിക്കാൻ പോകരുതെന്ന് പറയുന്നുണ്ട്. ഇത് വീട്ടിലേക്കൊക്കെ എത്തുന്നു. ആ ടൈമിൽ നമ്മുടെ ലൂവിൻ്റെ ചേച്ചി നമ്മുടെ ലൂവിനോട് പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ ചേട്ടനെ ഇഷ്ടമാണെന്ന്. അങ്ങനെ ലൂവിൻ്റെ 20ാമത്തെ ബർത്ത്ഡേ അന്ന് ലൂ ചേട്ടനോട് പറയാണ് ചേച്ചീനെ മാരേജ് ചെയ്യുമോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ ചേട്ടൻ മാരേജ് ചെയ്യുന്നു. ദെൻ 20 വയസ്സായി കഴിയുമ്പോൾ കുറച്ച് പ്രായപൂർത്തിയായല്ലോ. അപ്പോൾ എന്താക്കി നമ്മുടെ ലൂനാണെങ്കിൽ ഇവരുടെ ടീമിൽ ചേരണമെന്നുണ്ട്. അങ്ങനെ ചേട്ടൻ എൽഡേഴ്സിൻ്റെ അടുത്തേക്ക്, എൽഡേഴ്സ് എന്ന് വെച്ചാൽ ഈ ഗുണ്ടകൾ ജനറേഷൻ വെച്ചിട്ടാണ്, തൊണ്ടന്മാരടക്കം ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ആൻഡ് കൊണ്ടുപോയിട്ട് അന്ന് മുതൽ നമ്മുടെ ലൂവിനെ ടീമിലെടുക്കുന്നു. അന്ന് മുതൽ ചേട്ടൻ്റെ വലം കൈയായിട്ടാണ് ലൂ ഉള്ളത്. ദെൻ അതിനുശേഷം പറയുന്നു ആ വില്യൻ എന്ന് പറയുന്ന അവൻ ചേച്ചീൻ്റെ ഗുളിക മാറ്റി വെച്ചു. അങ്ങനെ ചേച്ചി അതിൻ്റെ മണ്ടയിൽ നിന്ന് ചാടിച്ചാവുന്നു. ചേട്ടനെ അവൻ കുത്തിക്കൊല്ലുന്നു. അപ്പോൾ നമ്മുടെ ചൂസാൻ ചോദിക്കുന്നു ഇനി നിന്റെ പ്ലാൻ എന്താ? അപ്പോൾ ലൂ പറയുന്നത് എനിക്ക് അവനെ കൊല്ലണം.
അപ്പം ചൂസാൻ ചോദിക്കുന്നു അതിനുശേഷം അവരുടെ ആ ഗ്യാങ്ങിന്റെ ലീഡർ ആയിരുന്നല്ലോ ചേട്ടൻ മരിച്ചല്ലോ, ചേട്ടന്റെ സ്ഥാനമായിട്ട് എടുക്കണം. അപ്പൊ നമ്മുടെ ചൂസാൻ പിന്നെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം അവിടെയുള്ള ആൾക്കാരെ എല്ലാം, അതായത് എന്റെ കീഴിലുള്ള ആൾക്കാരെല്ലാം എനിക്ക് നല്ല രീതിയിൽ നോക്കണം. ചേട്ടൻ എങ്ങനെയാണോ നോക്കി ആ രീതിയിൽ തന്നെ നോക്കി ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ചൂസാനെ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ചൂസാൻ അവിടെ കൊണ്ട് ചോദ്യങ്ങളെല്ലാം നിർത്തുകയാണ്. അവിടെ സീൻ കട്ടായി പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. നമ്മുടെ ലൂ ആണെങ്കിൽ ചൂസാൻ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ ചൂസാൻ വരുന്നതായിട്ട് എന്തോ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ലൂ ഓടിപ്പോയി കട്ടിലേക്ക് കിടക്കുന്നുണ്ട്. ആൻഡ് ചൂസാൻ വന്നിട്ട് ലൂനോട് പറയുന്നുണ്ട് എഴുന്നേക്ക് ബാ മരുന്ന് കുടിക്കാന്ന് പറയുന്നത്. ആൻഡ് ലൂ എഴുന്നേറ്റിട്ട് പറയുന്നത് എനിക്ക് ഈ മരുന്ന് വേണ്ട, ഇതിനൊരു അഴുക്ക ചൊവയാണ്, ഞാനിത് കുടിക്കൂല എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമ്മുടെ ചൂസാൻ എന്താക്കുന്ന അച്ഛാ ഓടിവായോ ദൈവൻ അച്ഛന്റെ മരുന്നിനെ മോശാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ, അതായത് പിള്ളേർ ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ കോക്കാച്ചി പിടിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കൂലേ, അതുപോലെ അപ്പോഴേക്കും അച്ഛനും വരുന്നുണ്ട് ആരടാ അവിടെ മരുന്നിനെ കുറ്റം പറയുന്നത് എങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കുഞ്ഞു പിള്ളേർ മരുന്ന് കുടിക്കാൻ മടി വരുമ്പോഴത്തേക്ക് ഇവരുടെ മൂക്കും വായും കൂടെ ഒക്കെ പൊത്തി തുറന്ന് പിടിച്ച് മരുന്ന് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ആ സാധനം അത് ഇവിടെയും കൂടെ ഫലിപ്പിക്കുകയാണ്. അതായത് ചൂസാനോട് പറഞ്ഞ വായു മൂക്ക് പൊത്തി പിടിക്കണം എന്നിട്ട് ചൂസാൻ പൊത്തി പിടിച്ചങ്ങ് തുറന്ന് പിടിച്ചേക്കുവാണ്. എന്റെ അച്ഛനാണെങ്കിൽ ഒരു വായിലേക്ക് മരുന്നെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ആൻഡ് നമ്മുടെ ലൂ ആണെങ്കിൽ ഒരു ഗുണ്ടയാണ്, കുറച്ച് വിലയെങ്കിലും താടാ എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് നമ്മുടെ ലൂ പറയുന്നുണ്ട് ഞാനിവിടുന്ന് 2 കാലം എഴുന്നേറ്റാൽ ആദ്യം നിന്നെ ഞാൻ തട്ടൂടാന്ന് പറയുമ്പോൾ നമ്മുടെ ചൂസാൻ ആദ്യം 2 കാലം ഒന്ന് എഴുന്നേറ്റ് നിൽക്ക് എന്നിട്ട് മതി ഡയലോഗ് എന്ന രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അവിടെ സീൻ കട്ടായി അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ചൂസാനാണ് ലൂവിന്റെ മുറിവിനൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുന്നതാണ്. ആൻഡ് സ്പോഞ്ച് ബാത്ത് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. then അവിടെ കട്ടായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലൂ അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാനൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കാനൊക്കെ. ആൻഡ് അവരിതൊക്കെ നോക്കി അത്യാവശ്യം നല്ല ക്ലോസ് ആവുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്ന രാവിലത്തെ ഒരു സീനാണ്. ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുക, നമ്മുടെ ലൂവും ചൂസാനും. നമ്മുടെ ചൂസാൻ നല്ല അന്തസ്സിൽ ലൂവിന്റെ മേത്ത് കാലൊക്കെ എടുത്തിച്ച് നല്ല സുഖത്തിൽ കിടന്നുറങ്ങുവാണ്. ആ ടൈമിൽ നമ്മുടെ ഫുഡ് വെക്കുന്ന ഒരു ആന്റി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി എന്നിട്ട് പറഞ്ഞു വേഗം എഴുന്നേക്ക് മക്കളെ, നിങ്ങൾക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ലൂ ആണ് ആദ്യം എഴുന്നേക്കുന്നത്. ലൂ ആദ്യം എഴുന്നേക്കുമ്പോൾ നമ്മുടെ ചൂസാനിന്റെ മേത്ത് കാലൊക്കെ വെച്ചിട്ട് കിടക്കുക. ലൂ ഒരൊറ്റ ചവിട്ടിന് നമ്മുടെ ചൂസാനെ തെറിപ്പിക്കുകയാണ്. ആൻഡ് ആ പെണ്ണുങ്ങൾ ഓക്കെ എന്നിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ചൂസാൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ ചവിട്ടി തെറിപ്പിച്ചത്? അപ്പം ഞാൻ ചവിട്ടി തെറിപ്പിച്ചൊന്നുമല്ല, നീ സ്വപ്നം കണ്ട് ഉരുണ്ട് വീണാന്ന്. അപ്പൊ നമ്മുടെ ചൂസാനും വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പൊ ചൂസാൻ വിചാരിക്കുന്നു ചിലപ്പോൾ ശരിയായിരിക്കും, ഞാൻ അങ്ങനെ വീണതായിരിക്കും എന്ന രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇവർ ഒന്നിച്ച് നല്ല വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുവാണ്. ആ ടൈമിൽ നമ്മുടെ ലൂ ആണെങ്കിൽ ഒരു സിഗരറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ചൂസാന് പെട്ടെന്ന് ഒരു ലോലിപോപ്പ് എടുത്ത് അവന്റെ മുമ്പിലേക്ക് വെക്കുന്നതാണ്. അതിൻ്റെ ലോലിപോപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൂ ആണെങ്കിൽ നിവർത്തിയില്ലാണ്ട് ലോലിപോപ്പ് എടുത്ത് വായിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് തന്നെ അടുത്ത സീൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലന്റെ ആൾക്കാർ അവർക്ക് എന്തോ ഒന്ന് മനസ്സിലായിട്ട് അവർ നമ്മുടെ ചൂസാന്റെ വീട് സെർച്ച് ചെയ്യുവാണ്, ഇതിനകത്ത് ലൂ ഉണ്ടെന്ന് അറിഞ്ഞിട്ട്. ആൻഡ് ഇവർ സെർച്ച് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ ലൂവും ചൂസാനും ഒരറ്റത്തേക്ക് ഇങ്ങനെ ഒളിച്ച് നിൽക്കുക. അപ്പൊ ചൂസാന്റെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ആരും ഇല്ല, എന്റെ മോൻ തന്നെയാണ്, അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ പുറത്ത് പോയി എന്നും കൂടെ പറയുന്നുണ്ട്. ആൻഡ് ഇവരൊന്നും വിശ്വസിക്കാതെ ഫുള്ള് തപ്പുമ്പം ഇവരൊരു അലമാരിയുടെ ബാക്കിലായിട്ട് ചെറിയ സ്ഥലമാണ് ഇങ്ങനെ ഇടുങ്ങി നിൽക്കുവാണ്. ഈ ടൈമിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ചൂസാന് ലൂവിനോട് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പൊ ഇവനിങ്ങനെ അടുത്തും കൂടെ നിൽക്കുമ്പോൾ അവൻ എന്തൊക്കെയൊക്കെയോ ഉണരുന്നുണ്ട്. അത് നിങ്ങൾ എപ്പിസോഡ് ശരിക്കും കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ എക്സ്പ്ലനേഷനിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻഡ് ഇവരങ്ങോട്ട് ഗുണ്ടകളങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലൂ ചോദിക്കുന്നത് നീ ഇന്ന് കിടന്ന് പെടച്ചോണ്ട് നിൽക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചൂസാൻ പറയുന്നുണ്ട് ഒന്നാമത് സ്ഥലമില്ല, നീ ഇവിടെ അമക്കിയപ്പോൾ എന്റെ പുറം വേദന എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെടച്ചോണ്ട് തന്നെ. അപ്പൊ നമ്മുടെ ലൂവിന് എന്തോ മനസ്സിലായത് തോന്നിട്ട് ലൂ പറഞ്ഞു ഇപ്പൊ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് ജനൽ വഴി ചാടുക ചെയ്യുന്നത്. ചാടുമ്പോൾ നമ്മുടെ ലൂ ആദ്യം വീഴുന്നു, ലൂവിന്റെ മേത്തേക്കാണ് നമ്മുടെ ചൂസാൻ വീഴുന്നത്. സോ ലൂവിന്റെ പുറത്ത് ഓൾറെഡി ഒരു ഇഞ്ചുറി ഉണ്ട് ആൻഡ് അതിൽ നിന്ന് ചോര വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചൂസാൻ പറയുന്നു നീ ആ ഷർട്ട് ഊരിട്ട് എന്റെ ഷർട്ട് ഇട്ടോ, വെറുതെ ഇഞ്ചുറി കുളവാക്കണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇവരെന്താക്കുന്നു, ആ ഗുണ്ടകളെ ഒന്ന് വഴി തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൂവിന്റെ കയ്യിലുള്ള ആ ഒരു വാളുണ്ടല്ലോ, ആ ഒരു വാള് ലൂവിന്റെ ഡ്രസ്സിൽ തന്നെ പൊതിഞ്ഞിട്ട് നമ്മുടെ ചൂസാന് കൊടുത്തു വിടുവാണ്. ചൂസാൻ അത് കൊണ്ടുപോയിട്ടൊരു സ്ഥലത്ത് വെക്കുവാണ്. ആ വെക്കുന്ന സമയത്ത് നമ്മുടെ വില്ലന്റെ ഗുണ്ടകൾ വന്ന് നമ്മുടെ ചൂസാനെ പിടിച്ചുകൊണ്ട് പോവാണ്. ഞാൻ ചോദിക്കുന്നുണ്ട് ലൂ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ചൂസാനെ കത്തിയൊക്കെ കാണിച്ച് പഠിപ്പിക്കുമ്പോൾ ചൂസാൻ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്തുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇവരുടെ ഒരു പ്ലാൻ തന്നെയാണ്. ആൻഡ് നമ്മുടെ അവിടെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ലൂനെയാണ്. ലൂ ആണെങ്കിൽ അവന്റെ വീട്ടിൽ ചെന്നിട്ട് എന്തോ ഒരു ഡോക്യുമെന്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വില്ലനും അവന്റെ ഗുണ്ടകളും ആ സ്ഥലം ഫുള്ള് ഇങ്ങനെ ഒരു സ്ട്രീറ്റിന്റെ ഒരു സ്ഥലമാണ്, അവിടെ ഫുള്ള് ഇങ്ങനെ വളയുവാണ്. വളയുമ്പോൾ നമ്മുടെ ലൂവിന് പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റമൊന്നുമില്ല, കാരണം നിന്നെയൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ള, നീയൊക്കെ എനിക്ക് വെറും പുല്ല് എന്നുള്ള രീതി നിൽക്കുമ്പോൾ നമ്മുടെ ചൂസാൻ ഇവർ കെട്ടിയിട്ട് കൊണ്ടുവരുവാണ്. ചൂസാനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൂവിനൊരു ടെൻഷൻ ആവുന്നുണ്ട്, അവന്റെ മുഖം മാറുന്നുണ്ട്. ഇവിടെ കൊണ്ട് എപ്പിസോഡ് 3 എൻഡ് ചെയ്യുവാണ്. സോ എല്ലാവർക്കും എക്സ്പ്ലെയിനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബും ചെയ്യുക. ആൻഡ് എപ്പിസോഡ് 4ന്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.